നടൻ വിജയയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെற்றிക്കഴകം കരൂരിൽ നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും ആളുകൾ മരിച്ചിട്ട് ഇന്ന് അധികമാകുന്നില്ല. തമിഴ്നാട്ടിലെ ഈ താരാരാധനയുടെ പൊരുൾ എന്താണ്? സ്ക്രീനിൽ നിരായുധനായ അണ്ണന് തിയേറ്ററിലിരുന്ന ആരാധകൻ കയ്യിലിരുന്ന കത്തി എറിഞ്ഞു കൊടുത്തു അത്രേ. മലയാളിക്ക് ആരാധനയുണ്ട്, പക്ഷേ അത് ഭ്രാന്തിന്റെ ബൗണ്ടറി ഭേദിക്കാറില്ല. ജീവിതത്തെയും സിനിമയെയും രണ്ടായി കാണുവാനുള്ള ഉന്നതമായ കാഴ്ചാശീലവും മലയാളിക്കുണ്ട്. അതുകൊണ്ട് താരങ്ങൾക്ക് നമ്മൾ ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആരാധനകൾ പോകാറില്ല. ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. തമിഴ് ജനതയുടെ വീരാരാധനയ്ക്ക് ആ നാടിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. വീരന്മാരായ യോദ്ധാക്കളായിരുന്നു ആദ്യകാലത്തെ അവരുടെ ആരാധ്യ പുരുഷന്മാർ. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായവും കരുത്തുമുള്ള ഭാഷയും സാഹിത്യവുമാണ് തമിഴ്. അപ്പർ, തിരുജ്ഞാന സംബന്ധർ തുടങ്ങിയ സിദ്ധ കവികളെ തമിഴ് ജനത കവികൾ മാത്രമായല്ല, അവതാരമൂർത്തികളുമായാണ് കരുതിയത്. കവികളെക്കുറിച്ച് ശ്രദ്ധേയമായ ചില ഐതിഹ്യങ്ങളും ഇവർ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. സുബ്രഹ്മണ്യ ഭാരതിയും ഭാരതീദാസനും മൊഴിയഴകുകൊണ്ട് തമിഴ് ജനതയുടെ ഹൃദയത്തിൽ നങ്കുരമിട്ടവരാണ്. അണ്ണാദുരൈ വരെ മഷിക്കരത്തിൽ തിളങ്ങിയെങ്കിൽ പിന്നീട് വന്ന തമിഴ് താരങ്ങൾ സെല്ലുലോയിഡിൽ ജനിച്ചവരായിരുന്നു. സിനിമ വന്നപ്പോൾ സിനിമയായി മാറിയല്ല, സാഹിത്യം പുറന്തള്ളപ്പെട്ടു. ദൈവമില്ലാത്ത ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കൺകണ്ട ദൈവമായിരുന്നു MGR. അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ ഫാദർ ഫിഗറായി മാറിയെങ്കിൽ തലൈവി ജയലളിത മദർ ഫിഗറായി. ഇവരുടെ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ ആവർത്തിച്ച പൊതു സ്വഭാവങ്ങളാണ് ഇവരെ താരങ്ങളാക്കിയത്. അമർചിത്ര കഥകളിലെ വീരനായകന്മാരെ പോലെയായിരുന്നു തമിഴിലെ താരങ്ങൾ. അവിശ്വസനീയതയെ വിശ്വസനീയങ്ങളാക്കി. പാവങ്ങൾക്കു വേണ്ടി സ്ക്രീനുകളിൽ പടവെട്ടി. MGR പെയ്തൊഴിഞ്ഞു. ശേഷം രജനി വന്നു, കമൽഹാസൻ വന്നു, ഇപ്പോൾ വിജയും താരങ്ങളും. താരങ്ങൾ മാറുന്നു, എന്നാൽ അവരെ നിർമ്മിക്കുന്ന ഫോർമുലയ്ക്ക് മാറ്റമില്ല. താരാരാധന തമിഴ്നാട്ടിൽ മുൻപും വലിയ ദുരന്തങ്ങൾക്ക് കാരണങ്ങളായിട്ടുണ്ട്. MGR മരിച്ചപ്പോൾ കൂടെ കുറെ പേർ മരിച്ചു. ഇപ്പോൾ ഇതാ ജീവിച്ചിരിക്കുന്ന വിജയ്ക്ക് വേണ്ടിയും. മതപരമായ ഒത്തുചേരലുകളെയും ആൾക്കൂട്ടങ്ങളെയും ശ്രദ്ധേയമായി വിശകലനം നടത്തിയ സാമൂഹിക ശാസ്ത്രജ്ഞനാണ് എമിൽ ദർക്കി. മതപരമായ കൂട്ടായ്മകൾ വ്യക്തിയുടെ ഉള്ളിൽ വിമോചനത്തിന്റെയും സാമൂഹിക ഉല്ലാസത്തിന്റെയും വാതിലുകൾ തുറന്നിടുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. താരാരാധനയുടെയും മ്യൂസിക് പ്രോഗ്രാമുകളുടെയും ഭാഗമായ ഒത്തുചേരലുകളും ഇതേ ധർമ്മം മറ്റൊരു വിധത്തിൽ നിർവഹിക്കുന്നുണ്ട്. കൂട്ടായ ഉന്മേഷത്തിലേക്ക് നയിക്കുന്ന മതാചാരം പോലെ തന്നെയാണ് താരാരാധനയുടെ ഭാഗമായ ഈ കൂട്ടായ്മ. വലിയ കൂട്ടത്തിന്റെ ഭാഗമായിരുന്ന മനുഷ്യർ പ്രത്യേക ആൾക്കൂട്ടത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. കൂറ്റൻ കായിക ഗ്യാലറികളിലും പ്രവർത്തിക്കുന്നത് ഇതേ കൂട്ടൻസാണ്. ദൈവദർശനത്തിന് സമാനമാണ് താരത്തെ നേരിൽ കാണുക എന്നത്. ദർശനം ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിലോ ആനന്ദലബ്ധി ഇരട്ടിക്കുന്നു. ആൾക്കൂട്ടങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഗുസ്താവ് ലേബോൺ ആൾക്കൂട്ടങ്ങൾ വികാരങ്ങളാൽ നിയന്ത്രിതരാണെന്നും ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകുന്ന വ്യക്തിക്ക് ചിന്തയും യുക്തിയും നഷ്ടമാകുമെന്നും വിശദീകരിക്കുന്നുണ്ട്. ലിൻ എ മക്കാച്വിൻ എന്ന മനഃശാസ്ത്ര പ്രൊഫസറും ഏതാനും ഗവേഷകരും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് സെലിബ്രിറ്റി ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. സെലിബ്രിറ്റി ആരാധനയെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുകയായിരുന്നു അവർ. താരാരാധനയെ 3 ഘട്ടങ്ങളായാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം താരവുമായി ആരാധകർ മാനസിക ബന്ധം സ്ഥാപിക്കുന്നതാണ്. വ്യക്തിയുടെ ഉള്ളിലെ കുറവുകളെ നികത്തുവാനോ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാനോ സാധ്യതയുള്ള ഒരാളായി താരത്തെ തിരിച്ചറിയുന്നു. താരവുമായി ആഴമേറിയ വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാം ഘട്ടം രോഗാതുരമായ താരാരാധനയാണ്. താരവുമായി പ്രത്യേക ബന്ധമുണ്ടെന്ന് തോന്നുന്നു. താരത്തെ കാണുവാൻ ആരാധകർ ഇറങ്ങിപ്പോകുന്നതും വീട്ടിൽ അതിക്രമിച്ചു കയറുന്നതും ഈ രോഗാവസ്ഥയിൽ നിന്നാണ്. ഇത്തരമൊരു അവസ്ഥയിൽ നിന്ന് വ്യക്തികൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിന് തെറാപ്പികൾ ആവശ്യമായി വന്നേക്കാം. തമിഴ്നാട്ടിൽ വിജയെ പോലൊരു നടൻ സിനിമകൾ നിരന്തരം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ്? രക്ഷകൻ, അഴിമതിക്കെതിരെ പോരടിക്കുന്നവൻ, വ്യവസ്ഥിതിയെ ആഴത്തിൽ ചോദ്യം ചെയ്യുന്നവൻ. ഈ നിലകളിലെല്ലാം ജനങ്ങളുടെ ചോദ്യം ചെയ്യുവാനും വ്യവസ്ഥിതിക്കെതിരെ പോരടിക്കുവാനുമുള്ള അഭിലാഷത്തെ തന്നെയാണ് സ്ക്രീനിൽ വിജയ് സാക്ഷാത്കരിക്കുന്നത്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും ഉഗ്രസൂര്യൻ തുറച്ചു നോക്കുന്ന ജനത രക്ഷകന്റെ തണൽ അന്വേഷിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. എങ്കിലും അതിന്റെ ഗുണഫലങ്ങൾ സാധാരണ മനുഷ്യരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പണം കുറേ പേരിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നു. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും പല അളവുകളിൽ നിലനിൽക്കുന്നു. വല്ലപ്പോഴും ചില ബംഗ്ലാവുകൾ കാണാമെങ്കിലും ഇടതൂർന്ന് നിൽക്കുന്നത് ദാരിദ്ര്യം വമിക്കുന്ന കൊച്ചുകുടിലുകളാണ്. തമിഴ് ജനതയുടെ എക്കണോമിക്സ് കൂടി പരിശോധിക്കുമ്പോൾ മാത്രമേ താരാരാധനയുടെ പൊരുളഴിയുകയുള്ളൂ. കേരളവും മോശമല്ല. എന്തിനും ഏതിനും തമിഴിലെ കുറ്റം പറയുന്ന മലയാളി താരാരാധനയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. ഫാൻസുകാർ തമ്മിൽ അടികൂടും, സിനിമാ പോസ്റ്ററിൽ പാലഭിഷേകം നടത്തും, എതിർ നടന്ന സിനിമകൾ തിയേറ്ററിൽ കൂവി തോൽപ്പിക്കും.
പിന്നെ സാംസ്കാരിക മഹത്വത്തെപ്പറ്റി ഊറ്റം കൊള്ളും. സിനിമാ താരങ്ങളും ഇൻഫ്ലുവൻസർമാരും എവിടെയെങ്കിലും വന്നാലോ ആൾക്കൂട്ടത്തിന് അവിടെയും ഒരു കുറവുമില്ല. ഇത് ഏറ്റവും നന്നായി പ്രയോഗിക്കുന്നതും പ്രയോജനപ്പെടുത്തുന്നതും കടക്കാരാണ്. ഉദ്ഘാടന മാമാങ്കങ്ങൾ കൊടി പൊടിക്കുന്നുണ്ട്. ആളുകളെ ചവിട്ടിക്കൊല്ലുന്നിടത്തോളം ആൾക്കൂട്ടങ്ങൾ വലുതാകുന്നതുവരെ സാംസ്കാരിക മഹത്വത്തെപ്പറ്റി മലയാളിക്ക് ഊറ്റം കൊള്ളാം.